ഇത് വേറെ എവിടെയോ പോയതാ. എവിടെ വേണമെങ്കിലും പോട്ടെ സാറേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്ന പോരെ. മതി, തൽക്കാലം നമുക്കിതിവിടെ വിടാം അല്ലേ സ്വാമി? ഇനി ഇതിനെപ്പറ്റി വലിയ സംസാരമൊന്നും വേണ്ട. കുറെ കഴിയുമ്പോൾ എല്ലാവരും മറക്കുമായിരിക്കും. പിന്നെ നിരഞ്ജൻ ജോലി കിട്ടാനുള്ള സാധ്യത. അയാൾക്കങ്ങനെ പുറത്തൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകേണ്ട ആവശ്യം വരില്ലല്ലോ. നമ്മുടെ ആശുപത്രി തുറക്കുമല്ലോ, അപ്പോൾ അവിടെ ഇരിക്കാമല്ലോ. നമ്മുടെ ആശുപത്രിക്ക് ഇനി എന്ന് തുറക്കാൻ പറ്റും സാറേ? അതിന് കേസൊക്കെ കഴിയണ്ടേ? അതിന് എന്ന് കഴിയാനാ? അതൊക്കെ ഉടനെ കഴിയും സ്വാമി. ഇപ്പൊ പണ്ടത്തെ പോലെ കേസുകളൊന്നും ഒരുപാട് കാലം നീളാറില്ല. അങ്ങനെയാണെങ്കിൽ കൊള്ളാം. നിരഞ്ജൻ ചെയ്യുന്ന വൃത്തികേടുകൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുക്കണമെന്നാണ് ഇന്നലെ വരെ ഞാൻ ചിന്തിച്ചത്. തിരിച്ചും മറിച്ചും ആലോചിച്ചപ്പോൾ അത് വേണ്ടെന്ന് തോന്നി. തെറ്റ് ചെയ്ത ആൾക്ക് അത് തിരുത്താനൊരു അവസരം കൊടുക്കണമല്ലോ. ഒരവസരം കൂടി കൊടുക്കാം, ഒരേ ഒരവസരം. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് മാറ്റി ചിന്തിച്ചാൽ മതി. എല്ലാം സാറിൻ്റെ ഇഷ്ടം. ഒന്ന് നിന്നടി, ഇങ്ങോട്ട് വന്നേ. ആരുടെ തിണ്ണ നിരങ്ങാൻ പോയതാടി രാവിലെ തന്നെ? മരിച്ചുപോയ എന്റെ മുത്തശ്ശൻ കാണാൻ വന്നിരുന്നു, അങ്ങനെ പോയതാ. എന്നിട്ട് എവിടെയായിരുന്നു കൂടിക്കാഴ്ച? ടൗൺ ഹാളില്. എന്നോട് എന്തേലും പറഞ്ഞ് വഴക്കിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല അല്ലേ മുത്തശ്ശിക്ക്? എടി നീ ശരിയല്ല, അതുകൊണ്ടാണ് നിന്നോട് വഴക്കിടേണ്ടി വരുന്നത്. ഓ, ബാക്കിയുള്ളവരൊക്കെ ശരിയാണല്ലോ, അത് മതി. ഒരുപാട് ശരികൾ ചെയ്ത ഒരുത്തൻ ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട്. അവനെ പോലെ ശരികൾ ചെയ്യാൻ എനിക്കറിയില്ല മുത്തശ്ശി. തോറുതല്ലേ പറഞ്ഞോടി, അതിനുള്ളത് നിനക്ക് കിട്ടിക്കൊള്ളു. എന്തായി മോളെ പോയിട്ട്? കേട്ടതൊക്കെ സത്യാച്ച, എന്നാ പൂർണ്ണമായിട്ട് സത്യമല്ല. അതെന്തോന്നടി സത്യവും സത്യവും അല്ലാത്തതുമായ കാര്യം? അച്ഛനൊന്ന് വരാമോ? ഇനി നമ്മൾ സംസാരിക്കുന്നത് മുത്തശ്ശി കേൾക്കാൻ പാടില്ല. ആയിക്കോ. രഹസ്യങ്ങൾ കൂടിക്കൂടിയാ ഈ വീട് ഇങ്ങനെ ആയത്. ഞാൻ അങ്ങ് പോയി തന്നേക്കാവേ. ഞാൻ പോയേക്കാം. എന്താ മോളെ? നാട്ടുകാരെ സംഘടിച്ചു വന്നു എന്നുള്ളതൊക്കെ ശരിയാ. ആ സമയത്ത് നിരഞ്ജൻ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും നേരാ. രാത്രി എന്തിനാ ഡോക്ടർ അവിടെ പോയത്? അത് എത്ര ചോദിച്ചിട്ടും മാലി ചേച്ചി എന്നോട് പറയുന്നില്ല. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആണയിട്ട് ചേച്ചി പറയുന്നുണ്ട്. പക്ഷെ നിരഞ്ജൻ ഡോക്ടർ എന്തിനവിടെ ചെന്നു എന്നുള്ളതിന് മാത്രം ഉത്തരവൊന്നുമില്ല. നമ്മുടെ നിരഞ്ജൻ ഡോക്ടർ കുഴപ്പക്കാരനല്ലല്ലോ മോളെ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായി കാണും. അല്ലാതെ ആ സമയത്ത് ഒരിക്കലും ഡോക്ടർ അവിടെ ചെല്ലത്തില്ല. അങ്ങനെ തന്നെ അച്ഛാ എനിക്കും തോന്നുന്നത്. ചേച്ചിയുടെ സ്വഭാവത്തിന്റെ കാര്യത്തിലൊക്കെ നല്ലവളാ. എങ്കിലും നമ്മളോട് പറയാത്ത എന്തോ ഒരു രഹസ്യം അവർക്കിടയിലുണ്ടച്ച. അതെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. സാരമില്ല മോളെ, പോട്ടെ. മോള് അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. സ്വന്തം ചേച്ചിയല്ല അച്ഛ. വിഷമിക്കണ്ടെന്ന് എത്ര വിചാരിച്ചാലും അത് നടക്കില്ല. ഞാൻ ഡോക്ടർ നിരഞ്ജന. എനിക്കറിയാം, നിങ്ങളല്ലേ ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നേ. കാര്യങ്ങളെല്ലാം ഞാൻ അവരോട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂറിനകം അവിടെ എത്തും. അതിൽ കൂടുതൽ സമയം തരാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ചേട്ടാ? പുതിയൊരു വീട് കണ്ടുപിടിക്കാനുള്ള സാവകാശം വേണ്ടേ? അതൊന്നും എനിക്കറിയണ്ട. കയ്യിലിരിപ്പ് നന്നായിരിക്കണം. തോന്നും പോലെ ജീവിക്കാനേ എന്റെ വീട്ടിൽ പറ്റില്ല. ഞങ്ങൾക്ക് ആ വീട് വേണ്ട. പക്ഷേ ഇപ്പം എന്തായാലും ഇറങ്ങാൻ പറ്റില്ല.
ഒരു 3 ദിവസം സമയം തരണം, അതിനുള്ളിൽ മാറാം. അതെന്ത് വർത്തമാനാ ഈ പറയുന്നേ? നാണക്കേട് മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട്. ആര് നാണക്കേടുണ്ടാക്കി? ആർക്ക് നാണക്കേടുണ്ടാക്കി? നാട്ടുകാർ വിചാരിച്ച ആരെയും മോശക്കാരനാക്കാൻ പറ്റും. ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതല്ല വാശിയാണെങ്കിൽ നമുക്ക് പോലീസിനെ ഇടപെടുത്താം. അവർ വരട്ടെ. അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പം തന്നെ മാറാം. പോലീസ് വന്നാൽ എനിക്ക് തന്നെയാ നാണക്കേട്. പിന്നെ ആ വീട്ടിൽ വാടകക്കാർ വരില്ല. ഒരു 3 ദിവസം അതിനുള്ളിൽ മാറിയിരിക്കണം. മാറാം. ആ സമയത്ത് വാക്ക് മാറ്റരുത്. ഞങ്ങൾ വാക്ക് മാറ്റില്ല. ഞങ്ങളെ വിശ്വസിക്കാം. ശരി. പറയേണ്ടവര് പറയേണ്ട പോലെ പറഞ്ഞപ്പോ അയക്ക് കാര്യം മനസ്സിലായി അല്ലേ? ഞാൻ കാരണം ബുദ്ധിമുട്ടായോ നിരഞ്ജന? യാത്ര പ്ലാൻ ചെയ്തിരിക്കായിരുന്നില്ലേ? അതെന്ത് പറഞ്ഞു ഒഴിവാക്കി? അതല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. പുതിയ വീടല്ലേ, ഓൺലൈനിൽ നോക്കി പറ്റിയൊരു വീട് കണ്ടുപിടിക്കണം. എന്നിട്ട് അങ്ങോട്ട് മാറാം. 3 ദിവസം കൊണ്ട് ശരിയാവോ? ശ്രമിച്ചു നോക്കാം. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിലോ? അതപ്പോഴല്ലേ, അപ്പൊ നോക്കാം. ഒരു വഴിയും തെളിഞ്ഞില്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. നമ്മളത് ചെയ്യും. എന്നുവെച്ചാ മാലൂനൊരിക്കലും പെരുവഴിയിൽ കിടക്കേണ്ടി വരില്ല. അതുപോലെ എനിക്ക് നിരഞ്ജന വിശ്വാസം. ആ വിശ്വാസം മറ്റു പലർക്കും ഇല്ല. അതാ ഞാനിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്താടി കഴിക്കുന്നേ? കൊണ്ടോടി നിങ്ങൾക്ക്. നിന്നോട് അരിയാഹാരം കഴിക്കാൻ ആരാ പറഞ്ഞത്? അത് ഇനി ആരെങ്കിലും പറയണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ നിങ്ങളുടെ അനുവാദം എന്തിനാ? നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? നിന്നോട് വ്രതം എടുക്കണോന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? വ്രതം എടുക്കുന്നവര് അരിയാഹാരം കഴിക്കാൻ പാടില്ല.